ഒരു കടമുറിയിൽ നിന്ന് അശ്ലീല പുസ്തകങ്ങൾ പോലീസ് പിടിച്ചെടുക്കുകയും കടയുടമയ്ക്കെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 292 വകുപ്പ് പ്രകാരം കേസ് എടുത്തു. അന്വേഷണത്തിന് ശേഷം വിചാരണ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. കുറ്റപത്രം സ്വീകരിച്ച കോടതി വിചാരണയ്ക്ക് ശേഷം കടയുടമയ്ക്കെതിരെ ശിക്ഷ വിധിച്ചു. ഇതേ തുടർന്ന് കടയുടമ അപ്പീൽ നൽകിയെങ്കിലും തെളിവുകൾ പരിശോധിച്ച ശേഷം അപ്പീൽ കോടതി വിചാരണ കോടതിയുടെ തീരുമാനം സ്ഥിരീകരിച്ചു. അപ്പീൽ കോടതിയുടെ വിധിയെ ചോദ്യം ചെയ്ത് കടയുടമ ഹൈക്കോടതിയിൽ റിവിഷൻ ഹർജി നൽകി. പിടിച്ചെടുത്ത പുസ്തകങ്ങൾ അശ്ലീലമാണെന്ന് തെളിയിക്കേണ്ട ബാധ്യത പ്രോസിക്യൂഷൻ ഉണ്ടോയെന്നും പുസ്തകങ്ങൾ പിടിച്ചെടുത്ത കടയുടമയുടെ കൈവശമുള്ളതാണെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷൻ ആവശ്യമുണ്ടോയെന്നുമുള്ള ചോദ്യങ്ങൾ ഹൈക്കോടതിയുടെ പരിഗണനയ്ക്കായി ഉയർന്നു. ഒരു കടയിൽ നിന്ന് ചില സിഡികളോ പുസ്തകങ്ങളോ പിടിച്ചെടുത്തുകൊണ്ട് മാത്രം കടയുടമയുടെ കുറ്റം സ്ഥാപിക്കാനാവില്ലെന്ന് കോടതി അഭിപ്രായപ്പെട്ടു. കടയുടമ കുറ്റം ചെയ്തുവെന്ന് തെളിയിക്കാനുള്ള ഉത്തരവാദിത്തം പ്രോസിക്യൂഷനായതിനാൽ അശ്ലീല പുസ്തകങ്ങൾ വിൽക്കുകയോ വിതരണം ചെയ്യുകയോ പരസ്യമായി പ്രദർശിപ്പിക്കുകയോ ചെയ്ത കടയുടമയുടെ പ്രവർത്തനങ്ങൾ പ്രോസിക്യൂഷൻ തെളിയിക്കണം. അതുപോലെ കടയുടമയും കടയും തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കുന്നതിനും കടയുടമ അശ്ലീല വസ്തുക്കൾ കൈവശം വെച്ചതിനും വിൽക്കുന്നതിനുമുള്ള തെളിവുകൾ നൽകാനുള്ള ഉത്തരവാദിത്തം പ്രോസിക്യൂഷന്റെയാണെന്ന് കോടതി ഊന്നിപ്പറഞ്ഞു. ഈ തെളിവുകൾ സ്ഥാപിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടതിനാൽ കടയുടമയ്ക്കെതിരെയുള്ള കുറ്റാരോപണം തെളിയിക്കാൻ പ്രോസിക്യൂഷൻ കഴിഞ്ഞിട്ടില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. അതിനാൽ മേൽപ്പറഞ്ഞ കുറ്റത്തിന് കടയുടമയെ കുറ്റക്കാരനാക്കി കീഴ്ക്കോടതികൾ വിധിച്ച ശിക്ഷ ഹൈക്കോടതി റദ്ദാക്കി. അതുകൊണ്ട് കടയിൽ നിന്ന് അശ്ലീല പുസ്തകങ്ങൾ കണ്ടെടുത്തെന്ന കാരണത്താൽ മാത്രം കടയുടമയ്ക്കെതിരെ കുറ്റം ചുമത്താനാവില്ല. ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.